വീണ്ടും പുറത്തോട്ടൊക്കെ ഇറങ്ങി. വീണ്ടും പുറത്തിറങ്ങി ഇരുന്നു. മഴയുടെ ഇത് കണ്ടിരിക്കുന്ന ഒരു സുഖം തന്നെ അല്ലേ. പെരയ്ക്കകത്ത് ഭയങ്കര ചൂടാണ്. പിന്നെ പുറത്തിരിക്കുന്നത് തന്നെ പിന്നെയും നല്ലത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സ്വാഗതം കേട്ടോ. ചെറിയ ലൈവ് ഇങ്ങനെ സംസാരിച്ച് പോകുന്ന ചെറിയൊരു ചാനലാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കറൻ്റായിട്ടുള്ള വാർത്തകൾ അല്ലെങ്കിൽ സംഭവങ്ങൾ ആസ്പദമാക്കി നമ്മൾ ഒരുപാട് ചാനലുകൾ കണ്ടിട്ടില്ലേ സംസാരിക്കുന്നത്. അതുപോലെ നമ്മൾ ഒരു സാധാരണക്കാരൻ്റെ കാഴ്ചപ്പാടിലുള്ള കാര്യങ്ങൾ പറയുക ഒരു വിഷയത്തെപ്പറ്റി. അങ്ങനത്തെ റോസ്റ്റിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല. റോസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമല്ലേ. നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ? 3 പേര് ലൈക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. സെബാസ്റ്റ്യൻ ബ്രോ പോയായിരിക്കും അല്ലേ. പെട്ടെന്ന് നെറ്റ്വർക്ക് പോയതുകൊണ്ട് കട്ടായിപ്പോയി. മറ്റേ ഈ മലയാള സിനിമയിലെ ഒരു ചങ്ങായി പറഞ്ഞത് അടിച്ചു കയറി വാ മക്കളെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജോസേട്ടൻ്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലേ, അടിച്ചു കയറി വാ മക്കളെ. എന്നിട്ട് ആ പുള്ളി ഇപ്പം അടിച്ചു കയറി ഇപ്പോൾ എയറിലാണ്. സിനിമാ നടൻ്റെ പേര് ഞാൻ പറഞ്ഞുപോയി. പുള്ളി ഇപ്പോൾ എയറിലായി. ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതോ ഇതൊക്കെ ആയിട്ട്. പിന്നെ അല്ലല്ലേ, നമ്മുടെ നാട്ടിൽ ഒരു സിനിമ എന്ന മോഹവുമായി എത്തുന്ന പെൺകുട്ടികളെ വലവിരിച്ച് പിടിക്കാൻ വേണ്ടിയിട്ടല്ലേ എത്ര പേരല്ലേ. ഇതൊരു നാടാണ് നമ്മളല്ലേ. നമ്മുടെയൊക്കെ മാനസികാവസ്ഥ അല്ലെങ്കിൽ ആ വീട്ടിലെ കുടുംബങ്ങളുടെയൊക്കെ മാനസികാവസ്ഥ എന്ന് ആലോചിക്കുക. അങ്ങനെ ഓണമൊക്കെ വരുന്നതായി. ഓണം അല്ലേ, ഓണത്തിന് നല്ലൊരു എന്താ പറയണ്ടേ, ഓണത്തിൻ്റെ ആശംസകൾ ഇപ്പോഴേ ഞാൻ നേരും കേട്ടോ. അന്നേരം ലൈവ് വരാൻ സാഹചര്യം ഉണ്ടെങ്കിൽ ഇല്ലാന്ന് ഞാൻ പറയാൻ പറ്റില്ല. ഓണം നിങ്ങളുടെ നാട്ടിലൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിക്കാറുണ്ടോ? പണ്ടൊക്കെ ഈ നാട്ടിലൊക്കെ ഓണം എന്ന് പറഞ്ഞാൽ ക്ലബ്ബുകൾ വഴിയാണ് അല്ലേ. ക്ലബ്ബുകളിൽ പോവുക, കലാപരി തലേദിവസം ക്ലബ്ബിലൊക്കെ തലേദിവസം ഓണത്തിന് അന്ന് ഭയങ്കര കലാപരിപാടിയൊക്കെ ഉണ്ടാവും. ഒരുപാട് കലാമത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഇപ്പോഴല്ല, ഒരു 14-15 കൊല്ലം മുമ്പത്തെ കാര്യമാണ്. മിനിമം ഒരു 14-15 കൊല്ലം മുമ്പത്തെ കാര്യമാണ്. നിങ്ങളുടെ ഓർമ്മകൾ, ഓണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഓർമ്മകളൊക്കെ നല്ലതൊക്കെ പങ്കുവയ്ക്കുക. ലൈവ് കിട്ടുന്നുണ്ടോ? ഇടയ്ക്ക് ലൈവ് കട്ടായി പോയുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ ഭയങ്കര ഇടിയും മഴയായിരുന്നു. അപ്പം വൈഫൈ അങ്ങ് ഓഫായതാണ്. വീണ്ടും ഞാൻ വൈഫൈ ഓണാക്കിയത്. അപ്പം ഈ ലൈവ് കട്ടായിട്ടില്ലായിരുന്നു. അപ്പോൾ അത് തന്നെ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ, ഞാൻ പറയുന്നത് തിരിയുന്നുണ്ടോ ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. വേറൊരു ഫോണും ഇല്ല. നമുക്കൊന്ന് ഓണാക്കി നോക്കണമെങ്കിൽ തന്നെ ഒരു ഇതില്ല. നിങ്ങളൊരു ഹായ് ആരെങ്കിലും ഇടുവായിരുന്നെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. സെബാസ്റ്റ്യൻ ബ്രോ നേരത്തെ നമ്മളോട് സംസാരിച്ചോണ്ടിരുന്നായിരുന്നേ. സെബാസ്റ്റ്യൻ ബ്രോ താങ്ക് യു കേട്ടോ. സാധിക്കുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. 3 പേര് ലൈക്ക് ചെയ്തിട്ട് താങ്ക് യു. വലിയ കാര്യം കേട്ടോ, 3 പേരൊക്കെ ലൈക്ക് ചെയ്യാന്ന് പറഞ്ഞ്. താങ്ക് യു. സെബാസ്റ്റ്യൻ ബ്രോ ലാസ്റ്റ് എന്തോ എഴുതിയായിരുന്നു, പക്ഷെ അത് വരുന്നില്ല. മഴക്കാലം അങ്ങനെ മഴയും എന്നാ പറയണ്ടേ, വെയിലും മഴയെല്ലാം മാറി മാറി വരുന്നൊരു കാലാവസ്ഥയാണ്. പക്ഷെ ഇത് ഭയങ്കര ഡേഞ്ചർ കാലാവസ്ഥയാണ്. ഒത്തിരി പേർക്ക് അസുഖങ്ങളൊക്കെ വരുന്നൊരു കാലാവസ്ഥയായി. മഴയും വെയിലും ഒക്കെ മാറി മാറി വരുന്നു. എന്നാ പറയുക, അന്തരീക്ഷത്തിൽ തണുപ്പ് കൂടുന്നു, മഴ കൂടുന്നു, ചൂട് കൂടുന്നു. പെട്ടെന്ന് രോഗങ്ങളൊക്കെ പെട്ടെന്ന് വരും. മഴക്കാലത്തിൻ്റെതായ രോഗങ്ങളൊക്കെ ഉണ്ടല്ലോ, പനി, ജലദോഷം, ചുമ, ഇതൊക്കെ വളരെ പെട്ടെന്ന് വരും ഈ കാലാവസ്ഥ.